ഗൈസ്, ഈ ഓവർ തിങ്കിങ് എന്ന് പറയുന്നത് ചില സമയത്ത് വളരെ മോശമായ ഒരു കാര്യമാണ്. അതായത് നമ്മളെ ലൈഫ് കംപ്ലീറ്റ് നമ്മൾ തന്നെ മനഃപൂർവ്വം അറിഞ്ഞുകൊണ്ട് തകർക്കുക എന്ന് പറയില്ലേ, അതിലെ മെയിൻ വെപ്പണാണ് ഈ ഓവർ തിങ്കിങ് എന്ന് പറയുന്നത്. ഇത് ചില ആളുകൾ വിചാരിക്കും ഇത് ഓക്കെ കുഴപ്പമൊന്നുമില്ല, സില്ലിയാണെന്ന്. ഒരിക്കലും സില്ലിയല്ല. പല ആളുകളുടെയും ജീവിതം തകർന്നു പോയത് ഈ ഓവർ തിങ്കിങ് കൊണ്ടാണ്. എടാ ഒന്ന് ആലോചിച്ച് നോക്ക്, ഓവർ തിങ്കിങ് എന്ന് പറയുന്നതിൽ ആ വേർഡിൽ തന്നെ ഉണ്ട്, ഓവറാണ്. ഒരു കാര്യം ഓവറായി കഴിഞ്ഞാൽ ബോറാവും അല്ലേ? നമ്മൾ കേട്ടിട്ടില്ലേ, അധികമായാൽ അമൃതും വിഷമാണെന്ന്. അതുപോലെ ഒരു പരിധിയിലപ്പുറം എന്ത് കാര്യം എടുത്താലും ഒരു പരിധിയിലപ്പുറം അതായി കഴിഞ്ഞാൽ ബോറാവും. ശരിയല്ലേ? ചില ആളുകൾ പറഞ്ഞിട്ടില്ലേ, എനിക്ക് കെയർ കിട്ടുന്നില്ല. കെയർ കൊടുത്തു തുടങ്ങിക്കഴിഞ്ഞാൽ അത് ഓവർ കെയറിങ് ആയാലും അത് പ്രശ്നമാണ് അല്ലേ? ഓവർ കെയറിങ് പ്രശ്നമാണ്, ഓവർ ഷെയറിങ് പ്രശ്നമാണ്. ഓവർ എന്ന വേർഡിൽ വരുന്ന 100ൽ 99% കാര്യങ്ങളും പ്രശ്നത്തിലേക്ക് കൊണ്ടെത്തുള്ളൂ. പ്രത്യേകിച്ച് ഈ ഓവർ തിങ്കിങ്. ഈ ഓവർ തിങ്കിങ് എന്ന് പറയുന്നത് ഇതിന് ഒരു സൊല്യൂഷൻ കുറേ ആളുകൾ ആലോചിക്കുന്നുണ്ടാവും, അന്വേഷിക്കുന്നുണ്ടാവും. സൊല്യൂഷൻ അന്വേഷിക്കുന്നതിന് മുൻപ് ഈ ഓവർ തിങ്കിങ് സംഭവിക്കാനുള്ള കാരണങ്ങളാണ് നമ്മൾ ആദ്യം അറിയേണ്ടത്. അതായത് എന്താണ് ഇതിൻ്റെ റീസൺ, എന്തുകൊണ്ട് നമ്മൾ ഓവർ തിങ്കിങ് ചെയ്യുന്നു? ഇതൊക്കെ നമ്മളെ ഉള്ളിൽ നടക്കുന്ന ചില കാര്യങ്ങൾ കൊണ്ടാണ് ഈ ഓവർ തിങ്കിങ് നമ്മളൊക്കെ ചെയ്യുന്നത്. മെജോറിറ്റി ആളുകളും ഓവർ തിങ്കിങ് ചെയ്യുന്നുണ്ട്. പക്ഷേ ചില ആളുകൾക്ക് അത് കൺട്രോൾ ഇല്ലാണ്ടായി പോകുന്നുണ്ട്. എല്ലാ കാര്യത്തിലും ഈ ഓവർ തിങ്കിങ്ങിലേക്ക് പോയി ലൈഫ് കംപ്ലീറ്റ് വേസ്റ്റ് ആക്കുന്ന കുറച്ച് ആളുകളുണ്ട്. ആ ആളുകൾ സത്യം പറഞ്ഞാൽ തിരിച്ചറിയണം നിങ്ങൾ എന്തുകൊണ്ട് ഈ ഓവർ തിങ്കിങ് ചെയ്യുന്നുള്ളത്. അതിൽ കുറച്ച് കാര്യങ്ങളുണ്ട്. ഞാനതൊരു എന്താ പറയുക, ഒരു പോയിന്റ്സ് ആയിട്ടൊന്നല്ല, പക്ഷെ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞില്ല. ഒന്നാമത്തത്, എടുക്കാൻ പോകുന്ന തീരുമാനം തെറ്റിപ്പോകുമോ എന്നൊരു പേടി കൊണ്ടാണ് ഓവർ തിങ്കിങ് ചെയ്യുന്നത്. നിങ്ങളിത് പുറത്ത് ഒരാളോട് ഇപ്പോൾ നിങ്ങൾ ഇതുവരെ പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും നിങ്ങളുടെ ഉള്ളിലുണ്ട് നിങ്ങൾ എടുക്കാൻ പോകുന്ന ഒരു തീരുമാനം തെറ്റിപ്പോകുമോ എന്നൊരു ഭയം. അതുകൊണ്ടാണ് കുറേ ആളുകൾ ഓവർ തിങ്കിങ് ചെയ്യുന്നത്. നമ്മളൊരു തീരുമാനം എടുക്കുന്നതിന് മുൻപ് നമ്മൾ ആലോചിക്കണം, ചിന്തിക്കണം എന്നൊക്കെ ശരിയാണ്. പക്ഷേ ഈ ചിന്തിച്ചതിന് ശേഷം, ആലോചിച്ചതിന് ശേഷം നമ്മളൊരു തീരുമാനം എടുക്കണം. മനസ്സിലായോ? ഒരു തീരുമാനത്തിൽ നമ്മൾ എത്തണം. ചില ആളുകൾ തീരുമാനത്തിലെത്തൂല, ആലോചന ഇങ്ങനെ കയറി ഇവിടെ എത്തും, തീരുമാനം മാത്രമാവില്ല. കാരണം എന്താ? അവർക്ക് പേടി, തെറ്റിപ്പോകുമോ ഇങ്ങനെ തെറ്റിപ്പോകുമോ എന്ന പേടിയിൽ അവർ ആലോചന ഇങ്ങനെ പോകും. അതിന് അവസാനമൊന്നുമില്ല, പക്ഷെ തീരുമാനം എടുക്കൂല. കംപ്ലീറ്റ് ആകെ ബ്രെയിൻ എല്ലാം കൂടി കൺഫ്യൂസ്ഡ് ആയി, മൈൻഡൊക്കെ എന്താ പറയുക, ഡള്ളായി ആകെ അടിമുടി പൊട്ടിപ്പോവും. അതിലും നല്ലത് ഒരു പരിധി വരെ നമ്മൾ ആലോചിക്കണം. എടുക്കാൻ പോകുന്ന തീരുമാനം ശരിയെന്ന് തോന്നുകയാണെങ്കിൽ എടുക്കുക. അത് തെറ്റുമോ അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ എന്ത് സംഭവിക്കുന്നൊക്കെ അത് വരുന്നിടത്ത് വെച്ച് കാണണം. അല്ലാണ്ട് തെറ്റിപ്പോകുമെന്ന് കരുതിയിട്ട് ഒരിക്കലും ഒരു തീരുമാനം എടുക്കാതിരിക്കാൻ പാടില്ല. ലൈഫിൽ നമ്മൾ തീരുമാനങ്ങളൊക്കെ എടുക്കണം. ചിലത് തെറ്റും, ചിലത് ശരിയാവും, ചിലത് വർക്കാവും. അങ്ങനെ എടുത്തെടുത്ത് പഠിക്കുകയാണ്. അല്ലാണ്ട് തെറ്റിപ്പോകുമെന്ന് കരുതിയിട്ട് ഒരിക്കലും ഒരു തീരുമാനം എടുക്കാതിരിക്കുക. ഇത് മെയിൻ പോയിന്റാണ്. നിങ്ങൾ മേ ബി ഞാനിത് പറയുമ്പോൾ നിങ്ങൾ ആരും ചിലപ്പോൾ ഇത് സമ്മതിച്ചില്ല. പക്ഷെ നിങ്ങളോട് തന്നെ ചോദിച്ചു നോക്കി, നിങ്ങൾ പല കാര്യങ്ങളും ഓവർ തിങ്കിങ് ചെയ്യാനുള്ള മെയിൻ റീസണ് എടുക്കാൻ പോകുന്ന തീരുമാനം തെറ്റിപ്പോകുന്നുള്ള ഭയമാണ്. അത് എന്താ പറയുക, അതൊരു ഫാക്റ്റാണ്. അതുകൊണ്ടാണ് കുറേ ആളുകൾക്ക് ഒരു അറ്റമില്ലാതെ ഇങ്ങനെ പോകുന്നത്. രണ്ടാമത്തെ ഒരു കാര്യം, കുറേ ആളുകൾ പാസ്റ്റിൽ നടന്ന പല കാര്യങ്ങളും സ്റ്റക്കായി നിൽക്കുകയാണ്. പാസ്റ്റിലെ പല എക്സ്പീരിയൻസ് അല്ലെങ്കിൽ പാസ്റ്റിലെ കുറേ മെമ്മറീസ് അതിൽ സ്റ്റക്കായി നിൽക്കുക. അല്ലെങ്കിൽ ആ ഒരു കാര്യം നിങ്ങളെ ഇപ്പോഴും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. പണ്ട് നടന്ന എന്തൊക്കെയോ കാര്യങ്ങൾ, ആ ഒരു കാര്യം നിങ്ങൾ ഇപ്പോഴും ആലോചിച്ച് നിങ്ങളുടെ സമയം, നിങ്ങളുടെ ജീവിതം, നിങ്ങളുടെ കരിയർ ഇതൊക്കെ ഇപ്പോഴും വേസ്റ്റ് ആക്കിക്കൊണ്ടിരിക്കുക. എന്നോ നടന്ന കാര്യം, ഏതോ ഒരു കാര്യം, അതിൻ്റെ പുറകെ നിങ്ങൾ ഇപ്പോഴും മെൻ്റലി അതിൻ്റെ പുറകെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക. പ്രശ്നമാണ്. ഇറ്റ്സ് വെരി എ ബിഗ് പ്രോബ്ലം. കാരണം പാസ്റ്റിൽ മുൻപ് എപ്പോഴോ കഴിഞ്ഞൊരു കാര്യത്തിൽ നിങ്ങളുടെ പ്രസൻറ്റും നിങ്ങളുടെ ഫ്യൂച്ചറും നിങ്ങൾ വേസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബ്രോ, യു ആർ നോട്ട് ലിവിങ് യുവർ ലൈഫ്, യു ആർ ലിവിങ് ഇൻ ദ പാസ്റ്റ്. ഒന്ന് ആലോചിച്ച് നോക്ക്, പാസ്റ്റ് കഴിഞ്ഞ് നിങ്ങൾ ഒരുപാട് മുന്നോട്ട് വന്നിട്ട് ഇപ്പോഴും നിങ്ങളുടെ മെമ്മറീസ് കംപ്ലീറ്റ് അവിടെ ആണെങ്കിൽ യു ആർ നോട്ട് ലിവിങ് ഇൻ ദ പ്രസൻറ്റ് ആൻഡ് യു ഡോണ്ട് ഹാവ് എനി ഫ്യൂച്ചർ. യു സ്റ്റിൽ ലിവിങ് ഇൻ ദ പാസ്റ്റ്. ജസ്റ്റ് ഇമാജിൻ യു ആർ വേസ്റ്റിംഗ് യുവർ ടൈം ആൻഡ് യു ആർ വേസ്റ്റിംഗ് യുവർ ലൈഫ്. സീരിയസ്ലി അല്ലേ? അതിന് വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യമില്ല. പിന്നെ നിങ്ങൾ എന്താ പറയുക, ഒരു കാര്യം ചെയ്യുന്നതിന് മുൻപ് ആലോചിക്കുന്ന ഒരു കാര്യം ഉണ്ടാവും, മറ്റുള്ളവരെന്ത് വിചാരിക്കും, അവരെന്താ വിചാരിക്കും, ഞാൻ അങ്ങനെ പറഞ്ഞാൽ അവരെന്ത് വിചാരിക്കും, ഞാൻ അങ്ങനെ ചെയ്താൽ അവരെന്ത് വിചാരിക്കും, ഞാൻ ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ എന്ത് വിചാരിക്കും, ഞാൻ അങ്ങനെ ചെയ്താൽ അവരെന്ത് വിചാരിക്കും, ഇങ്ങനെ അവരെന്ത് വിചാരിക്കും, ഇവരെന്ത് വിചാരിക്കും. ബ്ലഡി ഓവർ തിങ്കിങ്.
മറ്റുള്ളവരെന്ത് വിചാരിക്കും. സീരിയസ്ലി ഗൈസ്, ഇത് എന്തിനാണ്? വൈ ആർ യു ഹാൻഡ്ലിങ് ദിസ്? ഇത് എന്തിനങ്ങനെ കൊണ്ട് നടക്കുന്നത്? മറ്റുള്ളവർ എന്ത് വേണമെങ്കിലും വിചാരിക്കട്ടെ, അതിനെന്താ? ഇപ്പം 2026 ലൈക്ക് ഒരു റീല് ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു 100 വർഷം കഴിഞ്ഞ് നമ്മൾ ആരും ഉണ്ടാവില്ല. ഈ പറയുന്ന ഞാനും ഉണ്ടാവില്ല, കേൾക്കുന്ന നിങ്ങളും ഉണ്ടാവില്ല. ഈ 100 വർഷത്തിൻ്റെ അപ്പുറം ലൈക്ക് നമ്പേഴ്സ് വെച്ച് നോക്കുമ്പോൾ 100 എന്നുള്ളത് അത്ര വലിയ നമ്പറാണോ? അല്ല. എന്നിട്ട് പോലും ഒരു 100 വർഷത്തിന് ശേഷം നമ്മൾ ആരും ഉണ്ടാവില്ല. എന്തിന് മറ്റുള്ളവർ എന്ത് വിചാരിക്കും? ലൈക്ക് അങ്ങനെ പറയണ്ട, മോശമായി പോകും, ലൈക്ക് അവരെന്താ ഇപ്പം വിചാരിക്കുക. ചില ആളുകൾക്ക് വേറെ ചെയ്യുന്ന ഔട്ട്ഫിറ്റിൽ വരെ ഇങ്ങനത്തെ തോട്ടുണ്ട്. ഞാൻ ഈ ഡ്രസ്സ് ഇട്ടാൽ അവരെന്താ വിചാരിക്കുക? ഒക്കെ പോട്ടെ, ഞാൻ ഒരു പ്രോഗ്രാമിന് പോകുമ്പോൾ ഞാൻ ഒരു സൺഗ്ലാസ് ഇട്ടാൽ ആൾക്കാരെന്താ വിചാരിക്കുക? സീരിയസ്ലി ബ്രോ, ഇതൊക്കെ ഒരു കാരണമാണോ? മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ ഇഷ്ടങ്ങൾ ഒഴിവാക്കുക, അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ താല്പര്യമുള്ള കാര്യങ്ങൾ വേണ്ടെന്ന് നോക്കുക. മറ്റൊരാളുടെ സ്പേസ് കയറി മറ്റൊരാളെ ഹേർട്ട് ചെയ്യുന്ന തരത്തിലല്ലാത്ത ഒരു കാര്യം നിങ്ങളുടെ സ്വപ്നമാണ്, നിങ്ങൾക്ക് ഓക്കെയാണ്, നിങ്ങൾക്ക് സാറ്റിസ്ഫാക്ഷൻ തരുന്നുണ്ടെങ്കിൽ ബ്രോ ഡു ദാറ്റ്. മറ്റുള്ളവർ എന്ത് വിചാരിക്കും? വൈ ആർ യു ഹാൻഡ്ലിങ് ദിസ്? ഇതെന്തിനങ്ങനെ കൊണ്ട് നടക്കുന്നത്? ഒരു കാര്യമില്ല. എല്ലാവരും ഒരു പോയിന്റ് എത്തുമ്പോൾ അവനവൻ്റെ ലൈഫുമായിട്ട് പോകും. ആർക്കും ആര് എന്ത് ചെയ്യുന്നൊന്നും നോക്കി നടക്കാനുള്ള സമയം ഉണ്ടാവില്ല. സോ ഇതിങ്ങനെ എന്താ പറയുക, കൊണ്ട് നടന്നടിച്ചിട്ട് പ്രത്യേകിച്ച് ഒരു കാര്യമില്ല. ആൻഡ് പെർഫെക്ഷൻ എന്ന് പറയുന്നൊരു കാര്യത്തിൻ്റെ പുറകെ പോവുക. അതായത് പെർഫെക്റ്റ് ആക്കണം, പെർഫെക്റ്റ് ആണം. പെർഫെക്ഷൻ എന്ന് പറയുന്നൊരു പോയിന്റിൽ വിശ്വസിക്കരുത്. നിങ്ങൾ ചെയ്യാൻ പറ്റുന്നതിൻ്റെ മാക്സിമം നിങ്ങൾ ചെയ്യുക, അത്രേ ഉള്ളൂ. പെർഫെക്റ്റ് എന്ന് പറയുന്നൊരു പോയിന്റ് ഉണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്തിട്ട് ഒരാൾ പറഞ്ഞു ഓക്കെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്തെന്ന് പറഞ്ഞു, വീണ്ടും നിങ്ങൾ ചെയ്യുമ്പോൾ അതിലും അടിപൊളിയായിട്ട് ചെയ്താൽ അപ്പോഴും ആളുകൾ പറയും ഓ ഇതാണ് പെർഫെക്റ്റ്. അപ്പോൾ എത്ര പെർഫെക്റ്റ് ആണ്? ലൈക്ക് പെർഫെക്റ്റ് അല്ല, ഇറ്റ്സ് ഗെറ്റിംഗ് ബെറ്റർ. ഇമ്പ്രൂവ് ആവണം നമ്മൾ ചെയ്യുന്നതിനനുസരിച്ച്. നമ്മൾ ലൈക്ക് ഇതിലൊക്കെയാണ് നിങ്ങൾ ഓവർ തിങ്കിങ് ചെയ്യുന്നത്. അതായത് ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, എന്താ പറയുക, തെറ്റിപ്പോകുന്നൊരു തീരുമാനം എടുക്കുമോ, അതുപോലെ തന്നെ പാസ്റ്റിൽ നടന്ന കാര്യങ്ങൾ ആലോചിച്ച് ഫ്യൂച്ചറും പ്രസൻറ്റും വേസ്റ്റ് ചെയ്യുക. മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്ന് ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ കൂട്ടുക. അതുപോലെ തന്നെ പെർഫെക്റ്റ് ആകുമോ, പെർഫെക്റ്റ് ആക്കണം, പെർഫെക്റ്റ് ആയില്ലെങ്കിൽ എന്താ സംഭവിക്കുക, പെർഫെക്റ്റ് ആക്കില്ലെങ്കിൽ അങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ഇതിൻ്റെ പുറകെ കുറേ പോവുക. സീരിയസ്ലി ഗൈസ്, യു ആർ വേസ്റ്റിംഗ് ദ ഹോൾ ലൈഫ്. ഈ ഒരു മൈൻഡ് സെറ്റാണ് മാറ്റേണ്ടത്. ഇതാണ് കാരണങ്ങൾ. ഞാൻ പറഞ്ഞില്ല, റീസൺസ് എന്ന് പറയുന്നത് ഇതാണ്. നിങ്ങൾ ഓവർ തിങ്കിങ് എന്ന് പറയുന്നതിൻ്റെ എന്താ പറയുക കാരണങ്ങളാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. നിങ്ങൾ സ്വയം ഒന്ന് ചോദിച്ചു നോക്കുക. നിങ്ങളോട് തന്നെ ചോദിച്ചു നോക്കുക, ഈ കാരണങ്ങളൊക്കെ ഞാൻ എന്തിനു കൊണ്ട് നടക്കണം, അതിനൊക്കെ ആവശ്യമുണ്ടോ? സ്വയം ഒന്ന് ആലോചിച്ചിട്ട് എന്ത് ആൻസറാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ആൻഡ് ലൈക്ക് അഗൈൻ ഐ എം സെയിങ്, ഈ ഓവർ തിങ്കിങ് കൊണ്ട് നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും പോസിറ്റീവായ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ എന്ന് ഒരിക്കലെങ്കിലും നിങ്ങൾ ആലോചിച്ച് നോക്കുക. എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? ഇനി സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എത്ര കാര്യങ്ങളിൽ ഈ ഓവർ തിങ്കിങ് കൊണ്ട് നിങ്ങൾക്ക് പോസിറ്റീവായ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്? അതിൻ്റെ ഒരു കൗണ്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്ക്. മാക്സിമം 5ന് താഴെയൊക്കെ സംഭവിച്ചിട്ടുണ്ടാവുള്ളൂ. ഓവർ തിങ്കിങ് കൊണ്ട് ഞാൻ പറയില്ല, 99% കാര്യങ്ങൾ നമുക്ക് റോങ് ആയിട്ട് അടിക്കുകയുള്ളൂ. നെഗറ്റീവ് ഗ്രാഫ് താഴോട്ടേ പോവുള്ളൂ. അല്ലാണ്ട് ഗ്രാഫ് മുകളിലോട്ട് പോകുന്ന കാര്യങ്ങൾ ഓവർ തിങ്കിങ് കൊണ്ട് സംഭവിക്കാൻ ചാൻസ് വളരെ 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 കുറവാണ്. സോ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓവർ തിങ്കിങ് എന്ന് പറയുന്നത് പല ആളുകളുടെയും ജീവിതം നശിപ്പിച്ച ഒരു കാര്യമാണ്. അതിൻ്റെ കാരണങ്ങളാണ് ഞാനിപ്പോൾ പറഞ്ഞു തന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക. ആൻഡ് നിങ്ങൾ അതിൻ്റെ സൊല്യൂഷൻസ്, ഞാനിപ്പോൾ ഓൾറെഡി പറഞ്ഞ കാരണങ്ങളിൽ തന്നെ അതിൻ്റെ എക്സാക്ട് സൊല്യൂഷൻസും ഉണ്ട്. ഞാനത് എടുത്ത് പറഞ്ഞിട്ടില്ല, പക്ഷെ ഞാൻ പറഞ്ഞ റീസൺസിൽ വ്യക്തമായിട്ട് അതിൻ്റെ സൊല്യൂഷൻസും ഉണ്ട്. നിങ്ങൾ അത്രയും അലേർട്ടായിട്ടാണ് ആ റീസൺസൊക്കെ കേട്ടത് എന്നുണ്ടെങ്കിൽ അതിൻ്റെ സൊല്യൂഷൻസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. സോ ആലോചിച്ച് നോക്കൂ. ലൈഫാണ്, വേസ്റ്റ് ചെയ്യരുത്.